നമസ്കാരം. ഇന്ന് ഈ അയ്യപ്പ സത്രത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമസ്കാരം. ഇന്ന് ഈ അയ്യപ്പ സത്രത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇവിടെ മാളികപ്പുറം സംഗമമാണ്. ഒരു മുത്തശ്ശീനെയൊക്കെ കാണാൻ എല്ലാവരും നല്ല സന്തോഷത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എത്ര ടെൻഷനായിട്ട് വന്നാലും നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും കിട്ടും. നമ്മൾ എത്ര സങ്കടം വെച്ച് വന്നാലും ഇവിടെ എത്തുമ്പോൾ നമുക്കൊരു സമാധാനമാണ് കിട്ടുന്നത്. ഇവിടെ കുറേ അമ്മൂമ്മമാർക്ക് അറിയായിരിക്കും, ഇവിടെ ഭജനക്കൊക്കെ ഇരിക്കുന്ന അമ്മൂമ്മമാർക്ക് അറിയായിരിക്കും. ഇവിടെ നമ്മൾ വരുമ്പോൾ നമുക്കൊരു മനസ്സമാധാനമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ സമയത്ത് എല്ലാവരും ടെൻഷൻ നിറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരെയും അമ്പലത്തിലേക്ക് കൊണ്ടുവരാം. കാരണം നമുക്ക് ഈ സത്രങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഓരോ ആചാര്യന്മാരും ഓരോരോ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഓരോ കാര്യങ്ങളും നമ്മളെ മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ ആ ഓരോ വാല്യൂസ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇവിടെ കുറേ കൊച്ചുകുട്ടികളുണ്ട്, എൻ്റെ പ്രായത്തിലുള്ള കൂട്ടുകാരെല്ലാവരും ഉണ്ട്. ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷനാണ്. അമ്മൂമ്മമാർ അല്ലെങ്കിൽ ആൻറ്റിമാരെല്ലാവരും അമ്പലത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കൊച്ചുമക്കളെയും കൊണ്ടുവരിക. കാരണം ഞാൻ അമ്പലങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞത് എൻ്റെ അമ്മമ്മ എനിക്ക് കഥ പറഞ്ഞു തന്നപ്പോഴാണ് ഞാൻ ഓരോ അമ്പലങ്ങളെക്കുറിച്ചും ഭഗവാന്മാരുടെ ഓരോ കഥകൾ കേട്ടതും. അപ്പം നിങ്ങളുടെ കൊച്ചുമക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരിക. വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ഹോംവർക്ക് തീർത്തിട്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അവരും ഈ ഓരോ സത്രങ്ങൾ ഭാഗമാകുമ്പോഴാണ് അവർക്കും ഓരോരോ അറിവുകൾ വരുന്നത്. ഈ അറിവുകൾ നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും വരിക, സമയം ഉണ്ടാക്കി ഇവിടെ വന്ന് ഒരു പരിപാടി തീരുന്നത് വരെ ഇരിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഇപ്പോൾ സമയമില്ലാത്തൊരു സമയമാണ്. അപ്പം ഈ സമയത്ത് നമ്മൾ സമയം കണ്ടെത്താൻ ശ്രമിക്കണം. കാരണം ഈ ഓരോ പരിപാടികളും നമുക്ക് ഒത്തിരി ഗുണം ചെയ്യുന്നതാണ്. ഈ സത്രത്തിന് പുറകിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ ആശംസകൾ നേരുന്നു. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. കാരണം ഞാനിപ്പം മാളികപ്പുറം ഇറങ്ങിയിട്ട് 3 വർഷമാകാൻ പോവാണ്. ഈ 3 വർഷത്തിൽ ഞാൻ ഒത്തിരി അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. ഓരോ അമ്പലങ്ങളിൽ പോകുമ്പോഴും ഓരോ മൂർത്തിമാരെ തൊഴാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ സത്രങ്ങളിൽ പോകുമ്പോൾ എനിക്കും ഓരോ അറിവുകൾ കിട്ടുകയാണ്. പറ്റുമ്പോഴൊക്കെ പരിപാടികൾ ഏത് പരിപാടി ഇവിടെ അമ്പലത്തിൽ നടന്നാലും ഞാനിപ്പോൾ ഈ കുറച്ച് നാളായിട്ട് ഒത്തിരി ഭാഗവത സപ്താഹങ്ങളിൽ ഭാഗമാകാറുണ്ട്. അപ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെ അമ്മൂമ്മമാരും അവരുടെ കൊച്ചുമക്കളും വരുന്നതാണ്. നിങ്ങളും വരിക, ഇവിടെ വരിക. കാരണം നമുക്ക് എന്തിനാ വരുന്നതെന്നൊക്കെ നമ്മൾ ആലോചിക്കും, പക്ഷെ നമുക്ക് ഒത്തിരി ഗുണം ചെയ്യുന്നതായിരിക്കും. അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ ഓരോ ഘട്ടങ്ങളിൽ എത്തുമ്പോഴും മനസ്സിലാകും. ഇവിടെ ഭഗവാന്റെ സന്നിധിയിൽ ഇന്നേ ദിവസം വരാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് മാളികപ്പുറം സിനിമയിലൂടെ തന്ന സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒപ്പം ഇത്രയും ബഹുമാന്യ വ്യക്തികളുടെ കൂടെ ഇതിപ്പോൾ 2ാമത്തെ പരിപാടിയാണ് ഞങ്ങൾ ഒന്നിച്ച് പങ്കെടുക്കുന്നത്. എല്ലാവർക്കും ഒന്നും കൂടി ഒരിക്കൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അയ്യപ്പ സത്രത്തിൻ്റെ ഭാഗമായി നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ നടത്തുന്ന സമൂഹ നീരാഞ്ജന പൂജ ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ദേവനന്ദനയ്ക്ക് അനന്തമൂർത്തിയായി ഇവിടെ കൂടിയിരിക്കുന്ന ഭഗവാൻ എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹ ആശസ്സുകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാളികപ്പുറം സിനിമ ഇറങ്ങിയ അതേ വർഷം അന്ന് എടുത്തുകൊണ്ട് വരുമായിരുന്നു തോന്നുന്നു ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ. തിരക്ക് കൂടുതലായിരുന്നു. എൻ്റെ സ്ഥലത്ത് തന്നെ, ഓമല്ലൂർ തന്നെ. അപ്പം അങ്ങനെ ഒരുമിച്ച് അന്ന് അതേ കാലഘട്ടത്തിൽ 3 വർഷത്തിന് മുൻപ് ഇപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പം ഞാനിവിടെ 4 ദിവസം പറഞ്ഞ 2 കാര്യം രത്ന ചുരുക്കത്തിൽ പറഞ്ഞ് വരുമ്പോൾ എങ്ങനെ വരണം, മക്കളെയും കൂട്ടി കുടുംബസമേതം. അപ്പം അത്
ഏറ്റവും ചെറിയ പ്രായത്തിൽ മനസ്സിലാക്കി നമ്മളോടത് പറയുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഭഗവാന്റെ അനുഗ്രഹം. അപ്പം അങ്ങനെ ദൈവതന്ത്രയ്ക്ക് നമ്മുടെ ഗോവിന്ദമുട്ടത്തപ്പൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ഭക്തജനങ്ങളുടെയും പ്രാർത്ഥനാപൂർവമായുള്ള വീണ്ടും ലോകോത്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ മുൻപിൽ ദീപം കൊളുത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്.